നമസ്കാരം. പാലാരൂപത സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാരൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ ക്ഷേമ ഡിപ്പാർട്ട്മെന്റാണ്. ഈ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ സാമൂഹികം, ഉപവിപ്രവർത്തനങ്ങൾ, ഫാർമേഴ്സിനെ ശക്തിപ്പെടുത്തൽ, അസംഘടിതരായ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 17 കൊറോണകളാണ് ഭാഗങ്ങളിലായിട്ട് 700ഓളം ഗ്രൂപ്പുകൾ ഞങ്ങൾ. ആ ഗ്രൂപ്പുകൾക്ക് അവരെ ശക്തിപ്പെടുത്തുക, അവരെ കൊണ്ട് ചെറിയ ഡിപ്പോസിറ്റ് ഇരിക്കുക. ആ ഡിപ്പോസിറ്റ് തന്നെ എനിക്ക് തോന്നുന്നത് 6 കോടി രൂപയോളം അവർ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈടിന്മേൽ വെച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് ലിങ്കേജ് ലോണുകൾ അവർക്ക് തരപ്പെടുത്തി കൊടുക്കുന്നു. അത് തന്നെ നല്ല എമൗണ്ടുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സോണുകൾ തിരിച്ച് കാർഷിക സംസ്കരണ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ 15 സംസ്കരണ കേന്ദ്രങ്ങളുണ്ട്. ഓരോ മാൻവട്ടത്ത് ഒരെണ്ണമുണ്ട്. അത് FPO ആയിട്ട് മാറി. ഇപ്പൊ ഫാത്തിമാപുരത്തുള്ളതും FPO ആയിട്ട് മാറാൻ പോവാണ്. വയലായിൽ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ കാഞ്ഞിരപറ്റത്ത് അത് FPO ആയിട്ട് മാറി. ഏതൊക്കെ പ്രൊഡക്റ്റുകൾ അവരൊക്കെ FPO ചെയ്യുന്നത് അടിസ്ഥാന ഉണക്കുക, പൊടിക്കുക, ഇതാണ് നടന്നത്. എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി കൊടുത്താൽ ഉണക്കി തരും. അത് പൊടിച്ച് ചക്ക കൊടുത്താൽ അത് പൊടിച്ച് മുഴുവൻ പൊടിച്ച് തരും. പിന്നെ മുള്ളൂര് നടക്കുന്നത് കപ്പയുടെ ഏതാണ്ട് 22ഓളം ഐറ്റങ്ങളുണ്ടാകും. കപ്പ ബിസ്ക്കറ്റ്, കപ്പ പാസ്ത, കപ്പയുടെ മിക്സറ്, കപ്പ മലബാർ മൊട്ടായി, കപ്പയുടെ നുറുക്ക്, ഇങ്ങനെ മുള്ളൂര് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മാൻവട്ടത്തിൽ ചെയ്യുമ്പോഴത്തെ അതേപോലെ തന്നെയാണ്. ഉണക്കുകയും പൊടിക്കുകയും എങ്ങനെയാണെങ്കിൽ അതെല്ലാ സ്ഥലങ്ങളിലും അതേസമയത്ത് വയലായി വന്നപ്പോൾ കുറച്ചുകൂടെ മോഡേണായി. അവര് ഇലക്ട്രിക് ഡ്രൈവർ, ഹീറ്റ് പമ്പാണ്. അതായത് ഏത് പച്ച സാധനം കൊണ്ടേ കൊടുത്താലും ഡീഹൈഡ്രേറ്റ് അത് തിരിച്ച് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ പഴയ പച്ച സാധനമാണ്. അതാണ് മാൻവട്ട എടുത്തത്. അതായത് നമ്മളൊരു കിലോ പച്ചക്കപ്പ വാങ്ങിച്ച് പൊളിച്ച് നമ്മൾ അരിഞ്ഞു കൊണ്ടേ കൊടുത്താൽ അത് വാട്ടേണ്ട ആവശ്യമില്ല. അത് ഉണക്കി അവർ പച്ചക്കപ്പ വേവിക്കുന്നതുകൊണ്ടാണ് വേവിക്കുന്നത്. ഇതിന്റെ മാർക്കറ്റിംഗ് നമ്മൾ പള്ളികളോട് ചേർന്ന് ഇപ്പൊ 51 മാർക്കറ്റുകളുണ്ട്. പള്ളികളോട് ചേർന്ന് അതിലൂടെയാണ് പ്രധാനമായിട്ടും. പിന്നെ പാലായിലെ അഗ്നിമ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കോമൺ ഇവരുടെ കൊണ്ടുവന്ന് നിർത്താനും വിൽക്കാനും കണ്ടിട്ടുണ്ട്. PSWC പ്രൊമോട്ട് ചെയ്യുന്നു. അഗ്നിമ PSWC പ്രൊമോട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പാറയായിട്ട് ബന്ധിപ്പിച്ചാണ് കപ്പ കൂടുതലും പോകുന്നത്. പിന്നെ UK ഒരു ഏജൻസിയായിട്ട് ബന്ധിപ്പിച്ചാണ് ഞങ്ങളുടെ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ അവരാണ്. ഞങ്ങൾ നേരിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് വന്നു. അതെല്ലാം അവകാശമാവും. നമുക്ക് സാന്തം പ്രൊഡ്യൂസർ കമ്മിറ്റി വരുമ്പോൾ അതിന്റെ കോമൺ ബ്രാൻഡിങ് അവിടെ കൂടുതൽ സ്റ്റോറേജാണ് കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കുക. അതിനും പൾപ്പിംഗ് ഉണ്ട്, റൈപ്പനിങ് ഉണ്ട്. അതുപോലെ തന്നെ അത് മുണ്ടുപാലത്ത് രൂപതയുടെ ഒരു 6 ഏക്കർ സ്ഥലവും അത് ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുക. അവിടെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. ഒരു 5-6 കോടി രൂപ വരുന്ന പരിപാടിയാണ്. നബാർഡ് SFAC ആണ്, ഗവൺമെന്റ് SFAC ഫണ്ടിങ്. കേന്ദ്ര ഗവൺമെന്റ് SFAC വഴി കൊടുക്കുന്നുണ്ട്, നബാർഡ് വഴി കൊടുക്കുന്നുണ്ട്, പിന്നെ NCDC വഴി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാഫെഡ് വഴി കൊടുക്കുന്നു. SFAC വഴി ഞങ്ങൾക്ക് 1 കിട്ടിയിട്ടുണ്ട്. നബാർഡ് വഴി ഞങ്ങൾക്ക് എത്രത്തിന്റെ 4 കിട്ടിയിരിക്കുന്നു. നബാർഡ് വഴി. പിന്നെ 3 ഞാൻ കിട്ടിയിരിക്കുന്നത് NCDC വഴി. ഇതിന്റെ CDBO നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസി. BDSന് 25 ഞങ്ങൾ കോട്ടയം ജില്ല മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. അവര് വെളിയിലേക്കൊക്കെ പോകും. നമുക്ക് അതിനെ കൂടെ സാധിക്കുന്നില്ലാത്തത് കൊണ്ട് പിടിക്കുന്നത് ഭംഗിയാക്കി എടുക്കണം ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധികം പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ സർക്കാരിന്റെ പഞ്ചായത്തുകൾ 13 പഞ്ചായത്തുകൾ ഞങ്ങൾ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ട്. പൂർത്തിയാക്കി ഇതും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഈ വികലാംഗ കുട്ടികളുടെ ഉണ്ടായിരുന്നു. വികലാംഗ കുട്ടികളുടെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു. പലപ്പോഴും തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഫാമിംഗ് മേഖലയില്ല. നബാർഡിന്റെ ഒരു സപ്പോർട്ട് ഇപ്പൊ ഇന്റഗ്രൽ ഫാമിംഗ് എന്ന് പറഞ്ഞ് ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് 5 പഞ്ചായത്തുകളിലൂടെ ആളുകൾക്ക് സമഗ്രമായ കൃഷി പരിശീലനം കൊടുക്കും.
50 പേരെ വീതം തരുന്ന അങ്ങനെ കൊടുക്കാം. ഫണ്ട് കൊടുക്കും. പിന്നെ അപ്പോൾ ട്രെയിനിങ്ങിനുള്ള ഫണ്ട് ബാക്കിയുള്ളതെല്ലാം അവരെ കൊടുക്കും. അങ്ങനെ കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ കൃഷിയെക്കുറിച്ചുള്ള പരിശീലനങ്ങൾ തുടരെ നടത്തിക്കും ഓരോ സ്ഥലത്ത്. നമുക്ക് ഡ്രോൺസ് അല്ലേ, ഡ്രോണ് നമുക്കിപ്പോൾ ഡ്രോണിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതലും വയലുകളിലേക്കാണ്. ഇവിടെ റബ്ബർ തോട്ടങ്ങളിൽ അത് പറ്റത്തില്ല. ഈ ഡ്രോണ് എത്ര ഉയരത്തിൽ പറക്കില്ല. ആ വയൽ ഭാഗങ്ങളിൽ അതിന് കോമൺ ആയിട്ടുള്ള ഡ്രോൺ ഈ മധ്യ കേരള അത് മതി ശരിക്കും പറഞ്ഞു. ബാക്കി നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ സർക്കാരിന്റെ 80% ഡിസ്കൗണ്ടില് നമ്മൾ 60 സംഘങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് 23 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് 2,30,00,000 രൂപയുടെ സാധനങ്ങൾ അവര് ഒരു 46 ലക്ഷം രൂപ. അതിലൊരു ഗ്രൂപ്പ് കൊടുവനാല ഒരു ഗ്രൂപ്പ് അവര് 10 ബ്രഷ് കട്ടർ വാങ്ങിച്ചത് വാടകയ്ക്ക് കൊടുക്കേണ്ട ഒരു 1 ലക്ഷം രൂപ മാസം കിട്ടും. വെട്ടാനായിട്ട് കൊടുത്തു അങ്ങനെ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ ആളുകളെ സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പങ്കുപറ്റിക്കുക, അത് ബോധവൽക്കരിക്കുക, അത് ആളുകളിലേക്ക് കൊണ്ടുവരിക. കൃഷി എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ പരിശീലനം കിട്ടേണ്ടതാണെന്നും പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് അതിനകത്ത് വളർച്ചയാക്കാൻ പറ്റുമെന്നും കൃഷി ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കണമെന്നും സംസ്കരിച്ച് ആളുകൾ തിന്നുന്ന രൂപത്തിലേക്ക് ആക്കണമെന്നും ആളുകളുടെ ബോധവൽക്കരണമാണ് നമ്മളെല്ലാ മേഖലകളിലൂടെ ഇപ്പൊ അവിടെ തന്നെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചത് 800 ഗ്രൂപ്പുണ്ട്. 800ഓളം ഗ്രൂപ്പുണ്ട്. 784 ഗ്രൂപ്പുകളാണ്. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. അതിന്റെ ഡയറക്ടർ അച്ഛൻ്റെ പേര് തോമസ് കിഴക്കേൽ. വീട് കൂടല്ലൂർ. അപ്പൊ ഇതിൽ ഒന്ന് രാമപുരത്തെ കഴിഞ്ഞു, ഒന്ന് പാലായിലെ കഴിഞ്ഞു, എലഞ്ഞിനെ കഴിഞ്ഞു, ഇന്ന് ഇവിടെ കഴിയും. ചില സ്ഥലത്ത് ഭയങ്കര ആഘോഷമായിട്ട് വരും, ചില സ്ഥലത്ത് സംഘാടകരുടെ വലിയ ആഘോഷമായിട്ട് വരും. അതിനകത്ത് ആ ദേശത്തുള്ള 16 സംരംഭകരെ ആദരിക്കുക. 10,000 പേരോളം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. 1960-ലാണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി സ്ഥാപിതമായി. ഇത് തുടങ്ങിയിട്ട് ആദ്യമായ ഗവൺമെന്റ് ക്രെഡിറ്റ് യൂണിയനുകളായിട്ടാണ്. അത് മാറിയിട്ട് ഗവൺമെന്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും അത് ഗവൺമെന്റ് ആരംഭിച്ചപ്പോൾ നമ്മൾ ആരംഭിച്ചു. FIG അത് FPO ആയിട്ട് ബന്ധപ്പെട്ട FIGകൾ. FPO വന്നപ്പോഴാണ് FIGകൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളുടെ ഗ്രൂപ്പുകളായി. അത് വേറെ ഗ്രൂപ്പുകളാണ്. ഞാൻ MSW പഠിച്ചില്ല. ഞാൻ ജനറ്റിക്കലായിട്ട് നമ്മൾ ആർജിച്ചെടുത്തതായിരുന്നു. MSW പഠിച്ചപ്പോൾ എന്റെ കൂടെ 16 പേരുടെ നമുക്ക് അതിനകത്തൊരു ലാഭമില്ല. ഈ സാമൂഹ്യ പ്രവർത്തനം മറ്റേ രൂപതയുടെ കീഴിലുള്ള നല്ലവണ്ണം നടത്തുന്നത്, പക്ഷെ മറ്റൊരു രംഗങ്ങളിൽ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ്. സിവിൽ സൊസൈറ്റി വില്ലേജുകൾ പഴയ പോലെ ഇഷ്ടം പോകുന്നില്ല. ഒന്നാമത് ഇതിന്റെ ഡെഡിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ തന്നെ ആണെങ്കിലും നമ്മുടെ സ്റ്റാഫ് 16 പേര് MSWക്കാരുണ്ടെന്ന് പറഞ്ഞാലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇന്ന് ഗവൺമെന്റ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. നന്മ ചെയ്യുക എന്നുള്ളതല്ല, നന്മ ചെയ്യുന്നത് നിയമത്തിലൂടെ ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്നത് കിട്ടുന്നത് എടുത്ത് കൊടുക്കുക. ഇപ്പൊ കിട്ടുന്നതിനകത്തെ കണക്ക് നോക്കി അത് വന്ന വഴി നോക്കി അതിലേക്കെല്ലാമാണ് പോകുന്നത്. അപ്പൊ അതെല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ 1400 അനാഥ മന്ദിരങ്ങളിൽ നിന്നുപോയി. ഈ ഒരു നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല, കട്ടിയായ നിയമങ്ങളാണ്. അതുകൊണ്ട് ഭയങ്കര കേസിപ്പെടും. നടത്തിയ അവസാനം നമ്മള് പല രീതികളും അതുകൊണ്ട് പലരും ഇങ്ങനത്തെ പരിപാടികൾ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ FCR ഞങ്ങൾ അധികം ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല. കൂട്ടിക്കല് പ്രളയം ഉണ്ടായപ്പോഴും ഞങ്ങൾ ഈ പള്ളികളിൽ പോയി പള്ളികളിലെ പൈസ അഗ്രിഗേറ്റ് ചെയ്ത് അവിടെയാണ് കഴിയുന്നത്. ഫോറിൻ ഫണ്ടുകൾ അധികം നമുക്ക് ഞങ്ങളുടെ FCR ലൈവാണ്, കുഴപ്പമില്ല. പക്ഷെ ഫോറിൻ ഫണ്ടുകൾ അധികം ഉപയോഗിക്കാറില്ല. നാട്ടിലുള്ള ഫണ്ടുകൾ, ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ഇതിലൊക്കെ ഞങ്ങൾ പതിപ്പ് വയ്ക്കുക, അത് വാങ്ങിച്ചെടുക്കുക, അത് കൊടുക്കുക. പിന്നെ നബാർഡിന്റെ വലിയൊരു സഹായം ഞങ്ങൾക്ക്. നബാർഡാണ് ഞാനത് ഈയിടെ ഒരു 30 കർഷകരെ ക്ഷീര കർഷകരെ കൊണ്ട് ഗുജറാത്തിൽ സൗജന്യ ട്രെയിനിങ്ങിന് മുമ്പ് 15 പശുക്കൾ മുതൽ 125 പശുക്കൾ. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഗുജറാത്തിലെ അതിന്റെ പാലും അതിന്റെ സ്ലറിയും ഒരേപോലെ വിലയുള്ളത്, ഒരേപോലെ. അത് 1 ലിറ്റർ പാലിന് അവര് 20 രൂപ 22 രൂപ കൊടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ സ്ലറിക്ക് 10 രൂപ കൊടുക്കും. അത് അവിടെ തന്നെ എടുക്കുന്നുണ്ട്.
അതിപ്പോ അത് അവര് വളമായിട്ട് പോകുന്നതാണ്. പഞ്ചഗവിയാണ്. പഞ്ചഗവ്യമല്ല, അത് ഇതൊരു ഗവൺമെന്റ് അമൂലിന്റെ ഒരു പദ്ധതിയാണ്. അവരത് ഗ്യാസ് എടുക്കാനുള്ള സംവിധാനവും കൊടുക്കും സൗജന്യമായിട്ട്. നമ്മുടെ ഇവിടെ ഗ്യാസ് എന്ന് പറയുന്നത് വലിയ ടാങ്കാണ്, പക്ഷെ അവരൊരു ഒരു എയർ ബോളാണ്. അവിടുന്ന് വരുന്ന സ്ലറി കൊടുക്കുമ്പോൾ അതിന് അളന്നെടുക്കും. അതിന് 10 രൂപ വെച്ചുണ്ട്. അത് ഉടനെ തന്നെ ഉണക്കി പൊടിച്ച് വളമായിട്ട് പാക്കറ്റിലാക്കി തീർക്കും. ആ ഡിപ്പാണ് നാടൻ പശുക്കൾ ഞങ്ങളുടെ സൊസൈറ്റിപ്പെട്ട ഒരാള് പഞ്ചഗവ്യ ജോമി ഏറ്റുമാനൂര് വളർത്തുന്നുണ്ട്. വെച്ചൂർ പശുക്കൾ, നാടൻ പശുക്കൾ. അത് നാടൻ പശു എന്ന് ഉദ്ദേശിക്കുന്നത് കാലത്തീറ്റ കൊടുക്കാതെ വളർത്തുന്ന പശുക്കളെല്ലാം നാടൻ പശുക്കളാണ്. ആ, കാലത്തീറ്റ കൊടുക്കുന്ന പശുവിനകത്ത് യൂറിയ ചേരുന്നുണ്ട്. യൂറിയ പാലാണ് നമ്മൾ കൊടുക്കുന്നത്. കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഏറ്റവും മിൽക്ക് കിട്ടുന്നത് വെച്ചൂർ പശു. അപ്പോൾ നാടൻ ഈ പഴയ പിണ്ണാക്ക് കൊടുത്ത് വളർത്തുന്ന എല്ലാ പശുവും ഗുളിക പരുവത്തിലാണ്. അതാണ് പഞ്ചഗവ്യ ഉൽപ്പന്നങ്ങളായിട്ട് പോകുന്നത്. പിന്നെ വെച്ചൂർ പശു, കാസർഗോഡ് കുള്ളം പശു, അത് പലതരത്തിലുള്ളതാണ്. പക്ഷെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ നാടൻ പശുക്കളാണ്. അത് മതി, അതിനധികം പാലില്ല. ആ പാല് കുടിക്കാം. ഇപ്പം കുടിക്കുന്ന പാല് യൂറിയ പാലാണ് ശരിക്കും പറഞ്ഞാൽ കുടിക്കും. അതുകൊണ്ട് നാടൻ പശുക്കളെ പ്രോത്സാഹനമാണ്. ഞങ്ങള് ഒരു പദ്ധതിയാണ്, വീട്ടുമുറ്റത്തൊരു മീൻകുളം എന്ന് പറയും. അതായത് ഇപ്പോഴത്തെ മീൻ മുഴുവൻ അമോണിയ മുക്കി വരുന്നത്, അമോണിയ ഐസിട്ട മീനാണ്. അതിനെതിരായിട്ട് നമ്മൾ അതിജീവനം എല്ലാ വീട്ടും ഹൈഡ്രോപോണിക്സ് ഇവിടെ എടക്കനാലെ ഒരു ചേച്ചി ചെയ്യുന്നുണ്ട്. ഒരു അവാർഡൊക്കെ കിട്ടിക്കൊണ്ടായി. ഭയങ്കര പോസിറ്റീവ് ഹൈഡ്രോപോണിക്സ്. ചേച്ചി ചെയ്തോണ്ടേ ലക്ഷ്മി. CAS എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റിയിൽ പ്രോജക്റ്റ്, കമ്മ്യൂണിറ്റി എസ്റ്റേറ്റ് അസോസിയേറ്റഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് അത് വേറൊരു തരം ഹൈഡ്രോപോണിക്സ് ആണ്. അതായത് നമ്മളിവിടുത്തെ ഹൈഡ്രോപോണിക്സ് എല്ലാം പരാജയമായി ഒരു കാലഘട്ടത്തിൽ. അതിന്റെ കാരണം നമ്മൾ ഈ നെറ്റിലിട്ടാണ്, നെറ്റ് മുകളിലോട്ടാണ് ഇതിന്റെ സെഡിമെന്റ്സ് എല്ലാം ഇതിന്റെ അടി വന്നിട്ട് അത് തന്നെ ഒരു ലെയറാണ്. ആ ലെയറിൽ അത് പോയിസണസ് ആണ്. അതിന് പകരം വേറൊരു മണലുണ്ട്, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുപോകും. ആ മണലിട്ട് വേണം ശരിക്കും ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന VK നമ്പൂതിരി എന്ന് പറഞ്ഞാൽ പാലക്കാടുണ്ട്. ഭയങ്കര സക്സസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ ചെലവും കുറവാണ്. എല്ലാ കാലവും ഇത് ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ പിന്നെ വളരെയായിരുന്നു. പാലക്കാട് ഞാൻ അഡ്രസ് തരാം. ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് മാത്രമേ വിജയിക്കുള്ളൂ. കാരണം ഈ അക്വാപോണിക്സ് പരാജയപ്പെടുന്നതിന്റെ കാരണമാണ് ഇത് സെഡിമെന്റ്സ് വന്നിട്ട് ആ ഒരു ലെയർ ഇങ്ങനെ കിടക്കും. ആദ്യം കുറച്ച് തക്കാളിയൊക്കെ വെച്ച് നല്ലോണം വരും. പിന്നെ ഒരിക്കലും ഇത് വളരെ അത്ര പോയിസണാണ്. ഒരു ലെയർ വരും. അത് വരാതിരിക്കാൻ ടെക്നോളജി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ 50 തരാം. അതെന്താ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി എസ്റ്റേറ്റ് സർവീസ് ഞങ്ങൾ പ്രോജക്റ്റ് തന്നെ ആ 10-20 വീട്ടുകാർ കൂടി അവർക്കുള്ള അതേത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും? ഫോറിൻ NGOs വരെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അവരിവിടെ ചെയ്തു തരും. കുഞ്ഞുങ്ങൾ വലുതായാലും ഇവര് കൂടുതലും ഇതിന്റെ മാതാപിതാക്കളെ വളർന്നത് എന്ന് വെച്ചാൽ അങ്ങനെ കുഞ്ഞുങ്ങളാക്കി വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ റിസൾട്ട് ഉണ്ട്. പക്ഷെ 4 ടൈപ്പ് ഉണ്ട്. ഏറ്റവും ഡിമാൻഡ് ഉള്ളത് റെഡ് ഐ ഉണ്ട്. ഒരു ട്രസ്റ്റും അവരെടുക്കും. കറി വെച്ച് കരിമീനെ കഴിഞ്ഞും വളരെ ഓരോ ആഴ്ചയിലും വീടിനോട് ചേർന്ന് ഒരു അടുക്കള തോട്ടം 6000 പച്ചക്കറി തൈകളോളം ഞങ്ങൾ കൊടുത്തോണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അഗ്രമ മാർക്കറ്റിലൂടെ സപ്ലൈസിലൂടെ നമ്മുടെ 3 രൂപ പച്ചക്കറി തൈകൾ തന്നെ ഓർഗാനിക് കൃഷി പ്രൊമോട്ട് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ അവിടെ സെൻട്രൽ നഴ്സറി അവിടെ 400 കാബേജ് കൃഷി നടക്കുന്നുണ്ട്. 400 എണ്ണം ഇപ്പോൾ അതിനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തുള്ളി വിഷം ചേർത്തിട്ടുണ്ട്. സീസണല്ല, പക്ഷെ വെള്ളമാണ്. കോളിഫ്ലവർ കഴിഞ്ഞു. വെണ്ട, ആനക്കൊമ്പൻ വെണ്ട എന്ന് പറഞ്ഞു ഈ നീളമുള്ള വെണ്ട അവിടെ, അത് ഒരു തുള്ളി വിഷം ചേർത്തിട്ടില്ല. പിന്നെ പാവയ്ക്ക തീർന്നു 10 കിലോ തീരാണ്. പിന്നെ അവിടെ തന്നെ ഞങ്ങള് സപ്പോർട്ട എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഉരുണ്ട സപ്പോർട്ട ഇല്ല. സപ്പോർട്ട ഇപ്പോൾ ചുമന്ന സപ്പോർട്ട
ബ്ലാക്ക് സപ്പോർട്ട, ഓ, അങ്ങനെയുണ്ടോ? ബനാന സപ്പോർട്ട, ബനാന ഏത്തപ്പഴം പോലെ സപ്പോർട്ട, ഓ, അങ്ങനെ. അതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. ആഹാ. ആ. പിന്നെ നമ്മള് മുന്തിരിങ്ങ സാധാരണ നമ്മുടെ ഇല അല്ല, മുന്തിരിങ്ങ ചെടി, മുന്തിരി വള്ളി, തരുവോ? ഇത് മരമുന്തിരി, ആ. അതവിടെ കൃഷി ചെയ്തിട്ടുണ്ട്, റെഡ് ബ്ലാക്ക്. പിന്നെ റംബൂട്ടാൻ തന്നെ, റംബൂട്ടാന് എണ്ണ 1 കിലോയ്ക്ക് N18 18, അത് N10 ആണ്. ഓ, ആ, N7 ആണ്, വലുതാ. വലുതാ. പക്ഷെ അതിന് ഷെൽഫ് ലൈഫ് ഇല്ല, വിൽപ്പനയ്ക്ക് പറ്റില്ല. അങ്ങനെ. മറ്റേ N18 ആണ് ഒരാഴ്ച 2 ആഴ്ച കിട്ടുന്നത് പറിച്ചു വെച്ചാൽ. ഇത് കിട്ടിയല്ല, ഇത്രയും വലിപ്പമുള്ള ഒരു ടൈപ്പ് വലിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അത് അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷെൽഫ് ലൈഫ് ഇല്ല. ഇല്ല. നമുക്ക് കാർഷിക നേഴ്സറികളില്ല. നമ്മുടെ സെൻട്രൽ നഴ്സറി എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് പല മുണ്ടുപാല 6 ഏക്കർ സ്ഥലം ആ, ചെയ്തു. അവിടെ എല്ലാം ഇപ്പം മറ്റേ ഫാക്ടറി എടുക്കും. ഫാക്ടറിയുടെ 1 ഏക്കർ സ്ഥലം, അതിന് ചുറ്റുപാട് ഫ്രൂട്ട് വില്ലേജ്, ഫ്രൂട്ട് വില്ലേജ്. ആളുകൾ കണ്ട് പഴം കണ്ട് വാങ്ങിച്ചു. ഒരു വീട്ടിൽ ഇതിന് പഴം കടന്ന് വാങ്ങരുത്. അതെ. അവരിത് സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച് വരുന്ന ഗസ്റ്റിന് കൊടുക്കണം. അതാണ് നമ്മുടെ ചിന്ത. വാങ്ങ അതൊന്ന് മാറിയിട്ട് ഒരു തനിമ കൺസൾട്ടായി രൂപീകരിച്ചെടുത്തു. അതൊന്ന് മാറിയിട്ട് ഒരു തനിമ കൺസൾട്ടായി രൂപീകരിച്ചെടുത്തു. അല്ല, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? ഞങ്ങൾ ഈ സംസ്കരണ കേന്ദ്രങ്ങളാണ് കൂടുതലും പ്ലാൻ ചെയ്തു വരുന്നത്. പിന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധിപ്പിക്കും, ഗവൺമെന്റിന്റെ സബ്സിഡികൾ, ഗ്രാന്റുകൾ ആളുകളിലേക്ക് എത്തിക്കും. 3% പലിശയ്ക്ക് ഗവൺമെന്റ് വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ആളുകൾക്ക് അറിയത്തില്ല. അത് ചെല്ലുന്നതോടൊപ്പം നമ്മൾ പറയുകയാണ്. വാട്ടർ അതോറിറ്റി ജലം സൗജന്യമായിട്ട് വാട്ടർ പരിശോധന നടത്തുന്നുണ്ട്. നമ്മുടെ കുടിക്കുന്ന വെള്ളം മതി, ഭക്ഷണം വേണ്ട. വെള്ളം നല്ല വെള്ളമാണെങ്കിൽ അത് മാത്രം കുടിച്ചാൽ മതി, ആരോഗ്യത്തിന് അത് മതി. വെള്ളം മോശമാണെങ്കിൽ പല്ല് മഞ്ഞയ്ക്കും, പല്ലൊടിച്ചു പോകും, പല്ല് അയഡിൻ കുറഞ്ഞു പോകും, തൈറോയിഡ് ഉണ്ടാകും. അപ്പൊ നല്ല വെള്ളം കുടിക്കാൻ അത് പരിശോധന നടത്തുന്നുണ്ട്. പല സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കും. മെഷീൻ വെച്ച് കൊടുക്കുന്നുണ്ടോ? ഫിൽറ്ററിങ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ദയാൽ സാറിന്റെ വെള്ളക്കക്ക ഇട്ടാൽ മതി എന്നാണ് ഇത് കൂടാനായിട്ട് വേസ്റ്റ് വെള്ളക്കക്ക ഏറ്റവും കണ്ടിട്ട് ഇട്ടാൽ മതി. ഞങ്ങളവിടെ ഒരു ലോഡ് വെള്ളക്കക്ക എത്തിച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാം വെള്ളത്തിന്റെ ഹെവി മെറ്റൽസ് എല്ലാം പറയുന്നത്. കുറച്ച് മാത്രമല്ല, ഹെവി മെറ്റൽസും ക്യാൻസറസ് ആണ്. നമ്മളെ പല സ്ഥലങ്ങളിലും വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് വെരി ഡേഞ്ചറസ് ആയിട്ട്. ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രോജക്ട്സ് ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇപ്പം പഞ്ചായത്തുകളെല്ലാം വീടുകളോട് ചേർന്ന് വീട് പണത്ത് പൂർത്തിയാകുമ്പോൾ ഇതുമായിട്ട് വേണമല്ലോ ചെയ്യണം. ഞാനവിടെ ചെയ്ത മഴവെള്ളക്കുഴികളാണ്. മുഴുതുള്ളി വെള്ളം പുറത്ത് പോയിട്ടുണ്ട്. പറമ്പ് മുഴുവൻ മഴവെള്ളക്കുഴികളാണ്, മുഴുവൻ മണ്ണിനടിയിലാണ്. മഴവെള്ളം കുഴിക്കകത്ത് ഒരടി പൊക്കത്തില് ചകിരി എടുക്കണം, എങ്കിലേ വെള്ളം പറ്റാതിരിക്കും അവിടെ അല്ലേ. നമ്മള് കുഴി മാത്രം കുത്തി പോകുന്ന ഒരു സംവിധാനമായിരുന്നു. അതെ അതെ. മുകളിലുള്ള മുകളിലുള്ള ഇതെല്ലാം ഉണങ്ങി, പക്ഷെ അതിന് അടിയിലോട്ട് പോകുന്നവർ വെള്ളം പിഴിഞ്ഞെടുക്കും. ഓ, അതെനിക്ക് പുതിയ അറിവാണ്. അങ്ങനെ ഇപ്പൊ വെള്ളം ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഒരുപാട് പക്ഷെ അത് ഇങ്ങനെ മുളി മുളി ആളുകൾ ഏറ്റവും അടിയത്തെ രണ്ട് ലെയർ വെള്ളമായി തിരിഞ്ഞു നോക്കാം. അതൊരു പുതിയ അറിവാണ്. അതിനടി മുമ്പ് തന്നെ മണ്ണരയായി. അപ്പൊ ഈ മണ്ണര ഉള്ളത് ഈ തണുപ്പുള്ളതാണ്. അപ്പൊ ഈ വേനൽക്കാണെങ്കിൽ അങ്ങനെ അടുക്കിയിരിക്കുന്ന സ്ഥിതിക്ക് നല്ല വെള്ളമായി. ആ മഴവെള്ള സ്ഥിതിയുടെ വലിയ കാര്യം. ഇനി വരുന്ന വെള്ളത്തെ തടക്കി വെക്കാന്നുള്ള ഒരു ഉദ്ദേശം നിൽക്കുമല്ലേ. പുതിയ ടെക്നോളജി അതാണ്. ഇപ്പം പുതിയൊരു പ്രോജക്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റ് വരുന്നുണ്ട്, ഈ സൗരോർജ വീടുകൾ. അപ്പൊ നമുക്ക് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് സോളാർ അന്ത്യോദയ എന്ന് പറഞ്ഞ ഒരു അങ്കമാലി യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 kb സോളാർ 4 ലക്ഷം രൂപയ്ക്ക് വീടുകളിൽ ചെയ്ത് കൊടുക്കും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനിപ്പോഴും 14% വീണ്ടും ഗവൺമെന്റ് കുറച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്വല്പം പെൻഡിങ് നിൽക്കുകയാണ്. ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു കൺസെപ്റ്റ് പുതിയതായിട്ട് മുഴുവനായിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പെൻഡിങ് നിൽക്കുക. എല്ലാ വീടുകളിലും അതിനു മുമ്പ് ഞങ്ങൾ ഇങ്ങനെ 3 kb എല്ലാ വീടുകൾക്കും 4 ലക്ഷം രൂപ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞാ മതി. എന്റെ നമ്പര് 94 47
284884 ഫാദർ തോമസ് കിഴക്കൻ, ഡയറക്ടർ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാ.